ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല ഒന്നാമതൊരു ഹെയർ ജെല്ലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും താരം പോകുന്നതിനും മുടി വളരുന്നതിനും സ്കാൾപ്പിലെ ഇച്ചിങ്ങും പ്രശ്നങ്ങളൊക്കെ പോകുന്നതിനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ജെല്ലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടത്? നമുക്ക് ഒനിയൻ വേണം, ഉള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഉള്ളി ആവാം, ചെറിയ ഉള്ളി, അതായത് നമ്മുടെ സവാള ആവാം, ചെറിയ ഉള്ളി ആവാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്, പിന്നെ എന്തെങ്കിലും ഓയിൽ. ഇത്രയും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി ഇതിന് കേട്ടോ. വളരെ എളുപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാം, നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ ഉള്ളിയുടെ ഒരു പിന്നെ ഉള്ളിനീര് ഒനിയൻ ജ്യൂസ് വെച്ചുള്ള ഒരു ഹെയറിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി എനിക്ക് കമൻസ് ഒക്കെ വന്നിരുന്നു. മുടി കൊഴിഞ്ഞത് വരാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. ഇതിൽ ഉള്ളിൽ ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ കൊഴിഞ്ഞു പോയ മുടിക്ക് പെട്ടെന്ന് വരുന്നതിനും സ്കാൾപ്പിനൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും അതുപോലെ തന്നെ സ്കാൾപ്പിൽ കോളജൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതിനും, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും ഡാൻഡ്രഫ് പോകുന്നതിനും എല്ലാത്തിനും നമുക്ക് ഒനിയൻ ജ്യൂസ് ഉപയോഗിക്കാം കേട്ടോ. അടുത്തതായിട്ട് ഫ്ലാക്സ് സീഡ് ജെല്ലാണ്. ഫ്ലാക്സ് സീഡ് ജെല്ലെന്ന് പറയുമ്പോൾ omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളം ഉണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, വൈറ്റമിൻ ഇ ഉണ്ട്, ബി ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഇത് പിന്നെ omega-3 ഫാറ്റി ആസിഡും വൈറ്റമിൻ ഇയും ഒക്കെ മുടി വളരുന്നതിന് ഏറ്റവും ആവശ്യമായതാണ് അല്ലേ. ഫാറ്റി ആസിഡ്സും വൈറ്റമിൻ ഇയും ബിയും ഒക്കെ മുടി വളർച്ച കൂട്ടുന്നതിന് നല്ലതാണ്. ഓക്കെ, അതാണ് ഫ്ലാക്സ് സീഡ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് കാസ്റ്റർ ഓയിലാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കാസ്റ്റർ ഓയിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ബദാം ഓയിലോ ഒലിവ് ഓയിലോ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാസ്റ്റർ ഓയിൽ ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന്, കാസ്റ്റർ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയിലെ സ്പ്ലിറ്റൻ്റ് ഒക്കെ ഉണ്ടല്ലോ, മുടിയുടെ തുമ്പത്ത് വരുന്ന സ്പ്ലിറ്റൻ്റ് ഒക്കെ പോകുന്നതിന് നല്ലതാണ് കാസ്റ്റർ ഓയിൽ. മാത്രമല്ല നമ്മുടെ സ്കാൾപ്പിലെ ഈർപ്പം നിലനിർത്തുന്നു, സ്കാൾപ്പ് എപ്പോഴും നല്ല ഓയിലി ആയിരിക്കുന്നതിനും അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും എല്ലാത്തിനും, പിന്നെ ചുരുക്കം പറഞ്ഞാൽ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതിന് കാസ്റ്റർ ഓയിൽ നല്ലതാണ്. കറുപ്പ് കിട്ടുന്നതിനും ആരോഗ്യം കിട്ടുന്നതിനും എല്ലാം കാസ്റ്റർ ഓയിൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ല് നമുക്കൊരു 2 സ്പൂൺ എടുക്കാം. എന്നിട്ട് അത് ഒരു 1.5 കപ്പ് വെള്ളത്തിലിട്ട് ചെറിയ തീയിൽ നമുക്കതിനെ ചൂടാക്കി ജെല്ലൊക്കെ കംപ്ലീറ്റ് പുറത്ത് വരുന്നവരെ നമുക്കതിനെ ഒന്ന് തിളപ്പിക്കാം കേട്ടോ. ചെറിയ തീയിൽ മതി, സിമ്മിലിട്ടേക്കണം. ഒരു 5-6 മിനിറ്റ് മതിയാവും, കൂടി 8 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. പിന്നെ കുറച്ച് വെള്ളത്തോടു കൂടി നിങ്ങൾ ഇറക്കണേ. അത് അധികം വെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഇച്ചിരി വെള്ളത്തോട് ഇത് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് എന്തെങ്കിലും ക്ലോത്തിൽ, മസിലിൻ ക്ലോത്താണ് നല്ലത്, ഇല്ലേ നമ്മുടെ വീട്ടിലെ തോർത്താണെങ്കിലും കുഴപ്പമില്ല, ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് അരിച്ച് എടുത്ത് വെച്ചേക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം, നമുക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതേസമയം ഉള്ളി ജ്യൂസ് നമ്മൾ അങ്ങനെ എടുത്തു വെച്ച് അത്രയും ദിവസമൊന്നും ഉപയോഗിക്കണ്ട കേട്ടോ. ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ നല്ലത്. പിന്നെ 1-2 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഞാൻ പറയുന്നത്, വലിയ ഉള്ളിയും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി നമുക്ക് തൊണ്ടൊക്കെ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമുക്കത് കൈ വെച്ച് പിഴിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ അധികം ഉണ്ടാക്കുകയാണെങ്കിൽ മിക്സിയിലിട്ടൊക്കെ ഒന്ന് അടിച്ച് അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം കേട്ടോ, പിഴിഞ്ഞെടുക്കാം കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല്, പിന്നെ ഇത് നമ്മൾ തലയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട വിധമാണ് ഇനി പറയുന്നത്. അതിന് നമുക്ക് 2 സ്പൂൺ, 2 അല്ല ഒരു 3 സ്പൂൺ എടുത്തോ. മുടി അധികമുള്ളവർക്ക് അതിനനുസരിച്ച് എടുക്കണേ. ഇനിയിപ്പം ഞാൻ പറയുന്ന കണക്ക് ഇച്ചിരി കൂടിയാലും നിങ്ങൾ എടുക്കുന്നത് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഫ്ലാക്സ് സീഡ് ജെല്ല് ഒരു 3 സ്പൂൺ എടുക്കുക, ഉള്ളി ജ്യൂസ് ഒരു 1.5 സ്പൂൺ എടുക്കുക, അതിലേക്ക് നമുക്ക് കാസ്റ്റർ ഓയിൽ നമുക്ക് ഒരു സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സ്കാൾപ്പിൽ നമുക്ക് സെക്ഷൻ തിരിച്ച് സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഇനി ഇച്ചിരി വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മുടി അങ്ങ് കെട്ടി വെച്ചാൽ മതി കേട്ടോ.
അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് അത് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ വല്ലാത്ത സ്മെല്ലാണല്ലോ ഉള്ളിക്ക്. അതുകൊണ്ട് നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കോളൂ കേട്ടോ. മൈൽഡ് ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കോളൂ, അതിന് കുഴപ്പമില്ല. മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകി ഇനി കണ്ടീഷണർ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പം ഞാനൊരു എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു കണ്ടീഷണർ പറഞ്ഞുതരാം. അതിന് നമുക്ക് ആവശ്യമുള്ളത് ആപ്പിൾ സിഡർ വിനെഗർ വേണം, വെള്ളവും വേണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഷാമ്പു ചെയ്തതിന് ശേഷം നമുക്കൊരു അര കപ്പ് നിങ്ങളുടെ മുടിയുടെ ആവശ്യത്തിന് കേട്ടോ, ഞാനിപ്പോൾ ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അര കപ്പ് ആപ്പിൾ സിഡർ വിനെഗർ എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം ഇത് സ്കാൾപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തൊരു 5 മിനിറ്റിക്കുള്ളിൽ നിന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്യാം. അപ്പോൾ ആ സ്മെല്ലൊക്കെ അങ്ങോട്ട് പൊക്കോളും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വാഷ് ചെയ്ത് കളയാം. ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന പിന്നെ ഹെയർ ജെല്ല്. ഇത് ഒത്തിരി ഗുണങ്ങളുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും താരനുള്ളവരാണെങ്കിലും അതുപോലെ മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിലും മുടി വട്ടം കൊഴിയുന്ന ഒരു പ്രവണതയുണ്ട്. അത് അധികമായി കഴിഞ്ഞാൽ ഇതിൽ നിൽക്കില്ല കേട്ടോ. അത് സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജെല്ല് ഉണ്ടാക്കി ഉപയോഗിക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഇത് നല്ല ഗുണം ചെയ്യും. മുടി വളരുകയും ചെയ്യും, മുടിക്ക് ആരോഗ്യം കിട്ടും. പിന്നെ ഈ ഉള്ളി നീരിനെ കുറിച്ച് ഒത്തിരി വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടല്ലേ, ഞാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ ആദ്യം പറഞ്ഞിട്ട് നിറയെ സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും മുടി വളരുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യണത് ഈ സൾഫറാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കുന്നതിനും ഇത് നല്ല ഒന്നാന്തരം ആണ് ഈ ഒനിയൻ ജ്യൂസ്. പിന്നെ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ഈ കാസ്റ്റർ ഓയിലിന് പകരം ഇപ്പോൾ കാസ്റ്റർ ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ എടുക്കാം, അതുപോലെ തന്നെ ബദാം ഓയിൽ എടുക്കാം, ഒലിവ് ഓയിൽ എടുക്കാം. ഇതെല്ലാം ഈ ജെല്ലിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, അതിന് കുഴപ്പമില്ല. ഇതിൻ്റെ റിസൾട്ട് സെയിം നമുക്ക് കിട്ടും. പിന്നെ കാസ്റ്റർ ഓയിൽ എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് അത് കുറേ കൂടെ നമ്മുടെ കുറച്ചും കൂടെ ഡെൻസിറ്റി കൂടിയതാണല്ലോ. അപ്പം നമ്മുടെ മുടി ഇഴകൾക്ക് ഒരു ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ ഏറ്റവും നല്ലതാണ് ഈ കാസ്റ്റർ ഓയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാസ്റ്റർ ഓയിൽ എടുത്തു പറഞ്ഞത്. കാസ്റ്റർ ഓയിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കുക. പിന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ് ഈ പിന്നെ ഫ്ലാക്സ് സീഡ് പല നിറത്തിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഫ്ലാക്സ് സീഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏത് നിറത്തിലുള്ള ഫ്ലാക്സ് സീഡും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കണ്ടീഷണറെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ പറയും. ഇപ്പം ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കണ്ടീഷണർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനൊരു നാച്ചുറൽ കണ്ടീഷണർ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.